പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മതിയാവുമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ടെസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം, ഇല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇല്ല എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പലരും ചോദിച്ചിരുന്നു, പലർക്കും ക്ലാസ്സൊക്കെ കഴിയാറായി, എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്ക് വേറെ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് SCERTൻ്റെ മലയാളം ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. Compared to solids and liquids, gases have a lot of characteristic features. Many elements and compounds are seen in gaseous states. We are handling so many gases in daily lives, industries and laboratories. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോളിഡ്സിനെയും ലിക്വിഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസിന് കുറേയധികം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്, പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെനി ഇലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ സീൻ ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഒരുപാടധികം കോമ്പൗണ്ട്സും ഇലമെൻറ്റ്സും ഒക്കെ നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ കാണപ്പെടും. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ആർ ഹാൻഡ്ലിങ് സോ മെനി ഗ്യാസസ് ഇൻ ഡെയിലി ലൈഫ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് ലബോറട്ടറീസ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഗ്യാസിന് സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ സ്പെഷ്യാലിറ്റി ഉള്ളത്. ഓക്കെ, ആ രണ്ട് കാര്യം പഠിച്ചു വെക്കാം. സെക്കൻഡ് ആയിട്ട് ഇതിൽ തന്നിരിക്കുന്നത് സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഗ്യാസസ് ആർ ഗിവൺ. കുറച്ച് ഗ്യാസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് താഴെ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് എഴുതി തന്നെ നോക്കണം കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. ഓരോ ഗ്യാസും ഒരുപാടധികം സൂക്ഷ്മങ്ങളായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ഒരുപാടധികം ന്യൂമറസ് ആയിട്ടുള്ള മോളിക്യൂൾസ് ചേർന്നിട്ടുണ്ടാവുന്നതാണ് ഒരു ഗ്യാസ് എന്ന് പറയുന്നത്. When compared to the total volume of gas, the real volume of molecule is very less. അതായത് ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത്, ഒരു മോളിക്യൂളിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലം എന്ന് പറയുന്നത്, അതിനാണ് വ്യാപ്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു മോളിക്യൂളിന് നിൽക്കാൻ ആവശ്യമായ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്യാസിൻ്റെ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടാണ്, വളരെ ചെറുതാണ്. അതായത് ഈ ഗ്യാസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരുപാടധികം സൂക്ഷ്മകണങ്ങളായി കുഞ്ഞുമായിട്ടുള്ള മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ഗ്യാസ് ഉണ്ടാവുന്നത്. അപ്പോൾ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇത് ഗ്യാസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള, ഗ്യാസ് ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസിൻ്റെ വ്യാപ്തത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വലിയ വ്യാപ്തമാണെന്നാണ് പറയുന്നത്, ഒരുപാട് വലിയ വോളിയം ആണെന്നാണ് പറയുന്നത്. The molecules of a gas are in a state of rapid random motion in all directions. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡിറക്ഷൻ. എല്ലാ ഡയറക്ഷനിലുമുള്ള റാപ്പിഡായിട്ട് വലിയ സ്പീഡിലുള്ള റാൻഡം ആയിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ ഓർഡറിലൊന്നല്ല ഇത് മൂവ് ചെയ്യുന്നത്, പല വശങ്ങളിലേക്ക് പല തരത്തിൽ അതിന് മൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് റാൻഡം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത്, ഓരോ ചാപ്റ്റർ വായിച്ചാൽ ഓരോ ചാപ്റ്ററിൽ ഓരോ പേജ് വൈസ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പോൾ ഈ ഒരു പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് പേജിൽ പഠിച്ചത്? ഒന്നാമത്തത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ കമ്പയർഡ് ടു സോളിഡ്സ് ആൻഡ് ലിക്വിഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ് സ്റ്റേറ്റ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതിൻ്റെ ആൻസർ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? മെനി ഇലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ സീൻ ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. സെക്കൻഡ് ആയിട്ട് വി ആർ ഹാൻഡ്ലിങ് സോ മെനി ഗ്യാഷ്യസ് ഇൻ ഡെയിലി ലൈഫ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് ലബോറട്ടറീസ്. മനസ്സിലായല്ലോ? ഇനി ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു പേജിൽ നമ്മൾ സെക്കൻഡായിട്ട് പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദിസ് സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഗ്യാസസ്. എന്നിട്ട് അതൊരു ചെറിയ റിവിഷൻ നോട്ടിൽ നിങ്ങൾ റിവിഷൻ പേജിൽ, നമ്മൾ പേജ് വൈസ് ആയിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേജിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയേക്കുക, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഗ്യാസസ്. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് നോക്കുക എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ഗ്യാസിനെ റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. ഒരുപാടധികം കുഞ്ഞു മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ഗ്യാസ് ഉണ്ടാവുന്നത്.
When compared to the total volume of gas, the real volume of molecule is very less. ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പം അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ദ മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് ആൻഡ് റാൻഡം മോഷൻസ് അല്ലേ. ഓൾ ഡിറക്ഷനിൽ, എല്ലാ ഡിറക്ഷനിലും റാപ്പിഡായിട്ടും വളരെ സ്പീഡിലും റാൻഡം ആയിട്ടും ഒരു പ്രത്യേക ഓർഡറൊന്നും ഇല്ലാതെയാണ് ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം നിങ്ങൾ ആ ഒരു പേജിൽ പഠിക്കുന്നുണ്ട്. അടുത്തതായിട്ട്, ആസ് എ റിസൾട്ട് ഓഫ് ദി റാൻഡം മോഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. ദിസ് കൊളീഷൻ വിത്ത് ദ വാൾ അക്കൗണ്ട് ഫോർ ദ പ്രഷർ ഓഫ് ഗ്യാസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ റാപ്പിഡ് റാൻഡം മോഷനാണ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഇതൊരു പല ഡയറക്ഷനിലും പോകുന്നുണ്ട്. അപ്പം ഒരു ഡയറക്ഷനിൽ ഒരു പ്രത്യേകതരം പാറ്റേണിലുള്ള ഒരു പ്രത്യേകതരം ഡയറക്ഷനിൽ മാത്രമാണ് ഈ ഒരു മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവ കൂട്ടിയിടിക്കാൻ സാധ്യത കുറവാണ്. നിങ്ങൾ ഈവനിങ് ടൈമൊക്കെ കണ്ടിട്ടുണ്ടാകും സ്കൂളിലൊക്കെ പല സ്കൂൾ വിടുമ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ ഓരോ ലൈനായിട്ട് ക്യൂ ആയിട്ട് നിർത്തിയിട്ടാണ് ബസ്സിൽ കയറ്റുന്നത്. അപ്പം ക്യൂ ആയിട്ട് പോകുമ്പോൾ, അതായത് ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിൽ ഓർഡറിൽ നിർത്തുമ്പം അവിടെ എന്തുണ്ടാവുന്നില്ല, കൂട്ടിമുട്ടലും ഇടിയും തള്ളും ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ കുട്ടികളെ മൊത്തത്തിൽ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് ബസ് വരുന്നു എന്ന് പറയുമ്പോൾ അവർ ഓടിച്ചാടി പല ഡയറക്ഷനിലും ഓടും. പലപ്പോഴും പല ഡയറക്ഷനിലും ഓടുന്നതിനാൽ തന്നെ അവർ കൂട്ടിയിടിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇവിടുത്തെ പ്രത്യേകത അതേപോലെയാണ്. ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് പല ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, മറ്റ് ഗ്യാസ് മോളിക്യൂളായിട്ട് അത് കൊളീഷൻ, അതായത് കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. ഓൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഈ ഗ്യാസ് ഏത് കണ്ടെയ്നറിലാണോ നിറച്ചു വച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വാളിൽ പോയിട്ടും കൊളൈഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ദിസ് കൊളീഷൻ വിത്ത് ദി വാൾസ് അക്കൗണ്ട് ഫോർ ദ പ്രഷർ ഓഫ് എ ഗ്യാസ്. ഗ്യാസിൻ്റെ പ്രഷർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും റാൻഡമായിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള റാപ്പിഡായിട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസിനെ നമ്മൾ പിടിച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുമ്പോൾ ആ മോളിക്യൂൾസിന് തീർച്ചയായും പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് വോളിലൊക്കെ പോയിട്ട്, അതായത് ആ കണ്ടെയ്നറിൻ്റെ വോളിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഇടിക്കും, കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുന്നത്, പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഗ്യാസിൻ്റെ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? As the collision of molecules are perfectly elastic in nature, there is no loss of energy. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ റബ്ബർ ബാൻഡൊക്കെ ഇങ്ങനെ കൊളുത്തി വലിക്കുമ്പോഴൊക്കെ അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും നമ്മൾ വിട്ട് കളയുമ്പോൾ. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജിയും അതിൻ്റെ എനർജി ലോസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇലാസ്റ്റിക് സ്വഭാവമാണ് ഈ ഗ്യാസ് മോളിക്യൂൾസിന്. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ ഇടിച്ചാലും കൊളൈഡ് ചെയ്താലും, അത് വോളിൽ പോയിട്ട് കണ്ടെയ്നറിൻ്റെ വോളിൽ പോയിട്ട് കൊളൈഡ് ചെയ്താലും ഈ മോളിക്യൂൾസിനൊന്നും എന്തുണ്ടാവുന്നില്ല, എനർജി ലോസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസും ഈ ഒരു ഇടിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിനും തമ്മിൽ ഒരു അട്രാക്ഷനും ഇല്ല, ലോസ് ഓഫ് അട്രാക്ഷനും ഇല്ല. അങ്ങനെ അട്രാക്ട് ചെയ്യപ്പെട്ടാൽ അത് വോളിൽ ഇടിച്ചിട്ട് അവിടെ ഡിസോൾവ് ആയി പോവും. അല്ലാതെ അപ്പോൾ അത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ആ ഒരു സ്ട്രക്ചറേ മാറിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ആസ് എ റിസൾട്ട് ഓഫ് റാൻഡം മോഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. അതെവിടെയാണോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ മുകളിൽ പോയിട്ട് ഇടിക്കും. ദിസ് കൊളീഷൻ വിത്ത് ദ വാൾ അക്കൗണ്ട് ഫോർ ദ പ്രഷർ ഓഫ് എ ഗ്യാസ്. ഇങ്ങനെ ഉണ്ടാകുന്ന കൊളീഷൻ കൊണ്ടുണ്ടാവുന്ന വാളിൻ്റെ മുകളിൽ ഒരു കൊളൈഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രഷറാണ് നമുക്ക് ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നത്. As the collision of molecules are perfectly elastic in nature, there is no loss of energy. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് നേച്ചർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊളീഷനെ കൊണ്ട് നമ്മൾക്ക് എന്തുണ്ടാവില്ല, ലോസ് ഓഫ് എനർജി ഉണ്ടാവില്ല, അവിടെ ഒരു എനർജി നഷ്ടം സംഭവിക്കില്ല. There is no attraction between the gas molecules and with the walls of the container. കണ്ടെയ്നറിൻ്റെ വോളും ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസും തമ്മിൽ യാതൊരു ലോസ് ഓഫ് അട്രാക്ഷനും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിച്ചു വെക്കണം. അടുത്തതായിട്ട് അവിടെ ഒരു
ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ടേബിൾ 2.1 ഗിവൺ ബിലോ. എന്താണ് മേലെ വായിച്ച കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നിങ്ങൾ ഇവിടെ എന്താണ് ടേബിളിൽ തന്നിരിക്കുന്ന കാര്യം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണെന്ന് നമുക്കറിയാം. വെരി ഹൈ ആയതുകൊണ്ടാണ് അത് റാപ്പിഡായിട്ട് റാൻഡമായിട്ട് മൂവ്മെൻറ്റ് നടത്തുന്നത്. അല്ലാതെ അത് ഒട്ടും എനർജി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് ഗ്യാസ് മോളിക്യൂൾസ്. ഒട്ടും എനർജി ഇല്ലെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒരേ സ്റ്റേറ്റിൽ അവിടെ നിൽക്കുകയുള്ളൂ, അതൊരിക്കലും മൂവ് ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പോൾ ഇത് റാൻഡം മോഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഗ്യാസ് മോളിക്യൂൾസിന് വെരി ഹൈ എനർജി ആണെന്നുള്ളതാണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഫാർ അവേ ആയിരിക്കും, ഒരുപാടധികം ദൂരം ഉണ്ടാവും. കാരണം ഈ എന്താണ് സോളിഡ്സിനും ലിക്വിഡ്സിനൊക്കെ ആ ഒരു ഷേപ്പ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? സോളിഡ്സ് ടൈറ്റ്ലി പാക്ക്ഡ് മോളിക്യൂൾസ് ആണ് അതിലുണ്ടാവുക. അതായത് മോളിക്യൂൾസൊക്കെ അടുത്തടുത്ത് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് അതൊരു ഖരാവസ്ഥയിൽ ടൈറ്റായിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിലും കുറച്ചും കൂടെ മോളിക്യൂൾസ് കുറച്ചൊരു വ്യത്യാസത്തിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെയാണ്. ഇവിടെ നോക്കി, എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഫാർ അവേ ആണ്. ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ ദൂരം കൂടുതലായിരിക്കും കമ്പയർഡ് ടു എന്താണ് നിങ്ങളുടെ ഈ ഒരു സോളിഡ്സിനെ ലിക്വിഡ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ഗ്യാസിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലൂസ്ലി കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ടൈറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ ആയതുകൊണ്ടാണ് ഖരാവസ്ഥയിലുള്ള സോളിഡിലൊക്കെ ഭയങ്കര കട്ടിയായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അതിലും കുറച്ചുകൂടി ലൂസ്ലി കണക്റ്റഡ് ആണ് നമ്മുടെ ഈ ഒരു ദ്രാവകാവസ്ഥ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരുപാടധികം മോളിക്യൂൾസ് തമ്മിൽ ഈ ഒരു കോണ്ടാക്റ്റ് ഇല്ല, അവയ്ക്കിടയിൽ ഒരുപാടധികം സ്ഥലം ഉണ്ടെങ്കിലാണ്, സ്പേസ് ഉണ്ടെങ്കിലാണ് അതിന് നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എവേ ഫ്രം ഈച്ച് അതർ, ഒരുപാട് ഫാർ എവേ ഫ്രം ഈച്ച് അതർ ആണ്. ഓക്കെ. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഹൈ ആണല്ലേ. മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് റാപ്പിഡ് റാൻഡം മോഷനാണ്, അതിനെ ആരും പിടിച്ചു വെക്കുന്നൊന്നുമില്ല. അപ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. രണ്ട് മോളിക്യൂൾസ് അടുത്തടുത്തിരിക്കുന്ന മോളിക്യൂൾസ് തമ്മിൽ എന്തില്ല? അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്, ലൂസ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഗ്യാസ് മോളിക്യൂൾസിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ ഈ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്തു കേട്ടോ. എന്തൊക്കെയാണ് ആൻസർ? എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എവേ ഫ്രം ഈച്ച് അതർ ആണ്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. ഓക്കെ. On examining this statement, you may get an idea of the volume of gases, pressure and energy of gas molecules. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. വോളിയം എന്താണ്, ഗ്യാസിൻ്റെ വോളിയം എന്താണ്, ഗ്യാസിൻ്റെ പ്രഷർ എന്താണ്, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി സ്റ്റേറ്റ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പോവുകയാണ്. ഓക്കെ. വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിന് നിൽക്കാൻ ആവശ്യമായ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. മനസ്സിലായല്ലോ? ഈവൺ ഇഫ് എ ലിറ്റർ ഓഫ് ലിക്വിഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ കണ്ടെയ്നർ ഓഫ് എനി സൈസ് ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ വോളിയം. അതായത് ലിക്വിഡൊക്കെ ആണെങ്കിൽ, ലിക്വിഡും സോളിഡൊക്കെ ആണെങ്കിൽ, ലിക്വിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കണക്കാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ വെള്ളം തന്നെ ആയിക്കോട്ടെ. അങ്ങനെയാവുമ്പോൾ എന്താണ്? ലിറ്റർ ഓഫ് ലിക്വിഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ കണ്ടെയ്നർ ഓഫ് എനി സൈസ് ദർ ഈസ് നോ ഡിഫറൻസ് അല്ലേ. അതായത് 1 ലിറ്ററുള്ള വെളിച്ചെണ്ണയെ നമ്മൾ 1.5 ലിറ്ററുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയാലും 2 ലിറ്ററുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയാലും ഈവൺ 10 100 ലിറ്ററുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയാലും അതിൻ്റെ വോളിയത്തിൽ എന്ത് വരുന്നില്ല? ഈ ഒരു ലിറ്ററിൽ വ്യത്യാസം വരുന്നില്ല. അതെപ്പോഴും എന്താണ്? 1 ലിറ്റർ ആയിരിക്കും അല്ലേ. പക്ഷേ അതേപോലെ തന്നെയാണ് ഈ ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ. നമ്മൾ 1 കിലോ അരിയൊക്കെ അല്ലെങ്കിൽ 1 കിലോ കേക്കാണെങ്കിലും അതൊക്കെ ആണെങ്കിലും എന്താണ്? 1 കിലോ കൊള്ളുന്ന കണ്ടെയ്നറിലും
അതിന് കൂടുതൽ 2 കിലോ കൊള്ളുന്നതിലും 5 കിലോ കൊള്ളുന്നതിലും ഈവൻ 100 കിലോ കൊള്ളുന്ന ഒരു കണ്ടെയ്നറിൽ അടച്ചാലും ആ കേക്കിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരില്ല. അപ്പോൾ മനസ്സിലായല്ലോ. ഇവിടെ നോക്കൂ. പക്ഷേ നേരെ മറിച്ച് ഒരു ഗ്യാസ് മോളിക്യൂൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ എന്താണ് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവെക്കുന്നുണ്ട് അല്ലേ. ആ ഗ്യാസ് സിലിണ്ടറിലുള്ള എമൗണ്ട് ഓഫ് ഗ്യാസിന് നമ്മൾ അതിനൊരു പ്രത്യേക അളവൊക്കെ ഉണ്ടാവും. എത്രമാത്രം ഗ്യാസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ 1 ലിറ്റർ ഗ്യാസ് ആണെങ്കിൽ, 1 ലിറ്റർ ഗ്യാസ് ആണെങ്കിൽ ആ ലിറ്റർ ഗ്യാസിനെ നമ്മൾ വേറൊരു 2 ലിറ്റർ ഉള്ളതോ 3 ലിറ്റർ ഉള്ളതോ 4 ലിറ്ററോ ഉള്ളത് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റുമ്പോൾ ആ കണ്ടെയ്നറിൻ്റെ അളവിനനുസരിച്ച് എന്തായിരിക്കും ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് കൂടി വരും, മാറി വരും. ഏകദേശം 1 ലിറ്ററുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരിക്കുന്ന ഗ്യാസിനെ നമ്മൾ 2 ലിറ്ററുള്ള ഗ്യാസ് കൊള്ളുന്ന സിലിണ്ടറിലേക്ക് മാറ്റിയാൽ ആ ഗ്യാസിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 ലിറ്ററായി മാറും. ഇനി 3 ലിറ്ററുള്ള കണ്ടെയ്നറിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ഗ്യാസിൻ്റെ അളവ് 3 ലിറ്ററായി മാറും. കാരണം എന്താണ്, ഈ ഗ്യാസ് മോളിക്യൂൾസിന് എല്ലായിടത്തേക്കും റാപ്പിഡായിട്ട് റാൻഡം ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഏത് കണ്ടെയ്നറിലാണോ അടച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വോളിയത്തിനെ കംപ്ലീറ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഗ്യാസ് മോളിക്യൂൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വീട്ടിലൊക്കെ എവിടെയെങ്കിലും ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ നമുക്ക് ചുറ്റും എന്താണ് ഒരു ഓക്സിജൻ ഉണ്ട് അല്ലേ. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൂരെ കത്തിച്ച് വെച്ച ചന്ദനത്തിരിയുടെ സ്മെല്ല് ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് വന്ന് ദൂരെ ഇരിക്കുന്ന നമ്മളുടെ അടുത്തേക്ക് പോലും എത്തുന്നത് എങ്ങനെയാണ്, ഗ്യാസ് മോളിക്യൂൾസിന് റാപ്പിഡായിട്ട് റാൻഡം ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇങ്ങനെ ഏത് കണ്ടെയ്നറിലേക്കാണോ മാറ്റുന്നത് ആ കണ്ടെയ്നറിൻ്റെ മൊത്തം വോളിയത്തിനെയാണ് ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഈ വോളിയം ഓഫ് ഗ്യാസസും വോളിയം ഓഫ് സോളിഡ്സും ലിക്വിഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും വോളിയം എന്ന് പറയുന്നത് കണ്ടെയ്നറിൻ്റെ വോളിയത്തിനനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല, ഒരിക്കലും ചേഞ്ച് ആവില്ല. പക്ഷേ ഗ്യാസസ് സ്റ്റേറ്റിലുള്ള ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് അത് ഏത് കണ്ടെയ്നറിലാണോ അടച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വോളിയത്തിന് സെയിം ആയിരിക്കും. 1 ലിറ്റർ വെള്ളത്തിലാണ് അടച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു കണ്ടെയ്നറിൻ്റെ 1 ലിറ്റർ വ്യാപ്തമായിരിക്കും ഈ ഒരു ഗ്യാസിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. 2 ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ 2 ലിറ്റർ ആയിരിക്കും ആ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അങ്ങനെ 100 ലിറ്റർ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്യാസിനെ നിറയ്ക്കാൻ പറ്റും. അതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ. വോളിയം ഓഫ് ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. ഏത് കണ്ടെയ്നറാണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായതോ? ഇനി അടുത്തതായിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്താൻ പോവുകയാണ്. Pull the piston of a syringe backward. Press the piston after closing the nozzle of the syringe. What will happen to the volume of air inside the syringe എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാകും. സിസ്റ്റേഴ്സ് വന്നിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പിസ്റ്റൺ പുറകേക്ക് ഇങ്ങനെ വലിച്ചു വെക്കും അല്ലേ. ഇവിടെ നോക്കൂ. പുൾ ദ പിസ്റ്റൺ ഓഫ് എ സിറിഞ്ച് ബാക്ക്വേർഡ്. നമ്മൾ ബാക്ക്വേർഡിലേക്ക് സിറിഞ്ച് എന്ത് ചെയ്യാണ്, അതിൻ്റെ പിസ്റ്റണ് പുള്ള് ചെയ്യാണ്. Press the piston after closing the nozzle of the syringe. What will happen to the volume of the air inside the syringe എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സിലിണ്ടറിൽ ഒരു പിസ്റ്റണിൽ സിറിഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക്വേർഡ് അതിൻ്റെ പിസ്റ്റൺ ബാക്ക്വേർഡ് വലിക്കും തോറും അതിൻ്റെ ഉള്ളിലുള്ള ഓക്സിജൻ കണ്ടൻറ്റ് കൂടി വരികയാണല്ലേ. അതിൻ്റെ ഉള്ളിലുള്ള വായുവിന് നിൽക്കാനുള്ള സ്ഥലം കൂടി വരും. അപ്പോൾ ആ ഒരു സിറിഞ്ചിൻ്റെ ഉള്ളിൽ ഒരുപാടധികം വായു ഉണ്ടാവും. പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രസ് ദ പിസ്റ്റൺ ആഫ്റ്റർ ക്ലോസിങ് ദ നോസിൽ ഓഫ് ദ സിറിഞ്ചിൻ്റെ നോസിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെയുള്ള അതിന് നിൽക്കാനുള്ള ഓക്യുപ്പൈ ചെയ്യാനുള്ള ആ സ്ഥലം എന്ന് പറയുന്നത് കുറഞ്ഞു വരില്ല. നമ്മൾ ഉള്ളിലേക്ക് തന്നെ അമർത്തുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ആ ഒരു വോളിയം കുറഞ്ഞു വരും. വോളിയം കുറയുന്നതിനനുസരിച്ച് എന്താണ്, ഈ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എയറിന് നിൽക്കാനുള്ള സ്പേസ്, ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസും കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെയുള്ള എയറിന് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഇഫ് a gas which is kept in a cylinder having a volume of 1 liter is completely transferred to another 5 liter cylinder, then what will be the volume of the gas എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5 ലിറ്റർ ആണല്ലേ. ഇനി അടുത്തത്, press the piston after closing the nozzle of the syringe. What will happen to the volume of inside the syringe? ആൻസർ എന്ന് പറയുന്നത് എന്താണ്, വോളിയം
ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്, നമ്മൾ പുറത്തേക്ക് വലിക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു സിറിഞ്ചിൻ്റെ ഉള്ളിൽ എയറിന് നിൽക്കാനുള്ള സ്പേസ് അഥവാ വോളിയം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ എയറിൻ്റെ വോളിയം കൂടുതലായിരിക്കും. പിസ്റ്റൺ നമ്മൾ ഉള്ളിലേക്ക് തന്നെ പ്രസ് ചെയ്യുമ്പോൾ എന്താണ്, അതിനുള്ള വോളിയം കുറഞ്ഞു വരും അല്ലേ. എയറിന് നിൽക്കാനുള്ള വോളിയം എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ എയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് എയർ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണല്ലോ, അപ്പോൾ എയറിൻ്റെ വോളിയം എന്ന് പറയുന്നതും വളരെ കുറഞ്ഞു വരും. വോളിയം ഡിക്രീസസ് എന്നാണ്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 33 വോളിയം ഡിക്രീസസ്. ഓക്കെ, ഇനി നമ്മളോട് അതിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആൻഡ് ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അതായത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ മോളിക്യൂൾസ് സ്ഥിതി ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയും അവയുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അതിനെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളോട് ആ ഒരു ഈ സിറിഞ്ചിൻ്റെ കേസിൽ എന്താ സംഭവിച്ചതെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുതരാവേ. ഗ്യാസസ് മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ ലാർജ് ഡിസ്റ്റൻസ്. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണല്ലേ. ആസ് എ റിസൾട്ട് ദർ വിൽ ബി എ ലോട്ട് ഓഫ് വേക്കൻറ്റ് സ്പേസസ്. ഓക്കെ, സോ ആസ് ദ പിസ്റ്റൺ ഈസ് പ്രസ്ഡ് ദ മോളിക്യൂൾസ് കം ക്ലോസർ ആൻഡ് ദിസ് വോളിയം ഡിക്രീസസ്. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ബാക്കി നമുക്ക് 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് 3 നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുകയാണ്. അതിനുശേഷം ആ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് എന്താണ് വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ പ്രഷർ ഓഫ് ഗ്യാസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വോളിയം പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രഷർ ഓഫ് ഗ്യാസ്. The molecules of gas kept inside a closed containers as shown in the figure. ഫിഗർ 2.1 കാണാൻ നിങ്ങൾക്ക് ഒരുപാടധികം എന്താണ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഇതിനെ ഒരു എയർ ടൈറ്റ് ചെയ്തിട്ട് ഗ്യാസിനെ ഒരു സിലിണ്ടറിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മോളിക്യൂൾസ് മൂവ് ഇൻ ഓൾ പോസിബിൾ ഡിറക്ഷൻ. ഏത് പോസിബിൾ ഡിറക്ഷനിലും മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മോളിക്യൂൾസ് മൂവ് ഇൻ ഓൾ പോസിബിൾ ഡിറക്ഷൻ. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, വാട്ട് അസംഷൻ ക്യാൻ ബി മെയ്ഡ് റിഗാർഡിങ് ദ പോസിബിലിറ്റി ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള എന്താണ് കൊളീഷൻ്റെ ഒരു പോസിബിലിറ്റി എന്താണെന്നാണ് നമ്മൾ മുൻപത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ മോളിക്യൂൾസ് ആർ ഫ്രീ ടു മൂവ്, സോ ദ മോളിക്യൂൾസ് കൊളൈഡ് ഈച്ച് അതർ. എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ഓൾസോ കൊളൈഡ് വിത്ത് ദ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ വോളിലും പോയിട്ട് ഇരിക്കുന്നുണ്ട്. കൺസിഡർ എനി സർഫസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. A force is experienced on the surface as a result of the collision of the gas molecules on the surface. If we know the force exerted on the surface and its surface area, we can calculate the force experienced per unit area. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രോബ്ലം സെക്ഷനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ബുക്കിൽ എഴുതി വെക്കേണ്ടത് ഒരു ഇക്വേഷനാണ്. ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് എക്സ്റ്റെൻഡ് ഓൺ ദ സർഫസ്. ആ സർഫസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ചെലുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു തള്ളുമൊക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ എക്സേർട്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സിൻ്റെ അളവ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. ഏത് കണ്ടെയ്നറിലാണോ അടച്ചു വെച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ സർഫസ് ഏരിയനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ എന്താണ് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. അതായത് ഫോഴ്സ് എങ്ങനെയാണ് കാണുന്നത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഈ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ, ഈ യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വേഷൻ എങ്ങനെ മാറും പ്രഷറിൻ്റെ കാര്യത്തിലാകുമ്പോൾ? പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? യൂണിറ്റ് ഏരിയ എന്നും കൂടെ വരും. ഓക്കെ,
അപ്പോൾ മനസ്സിലായോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് റാൻഡം റാപ്പിഡ് മോഷൻ ആയതുകൊണ്ട് തന്നെ ആ കണ്ടെയ്നറിൻ്റെ വോളിലൊക്കെ പോയിട്ട് ഇടിക്കുന്നുണ്ട്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ വോളിൽ പോയി ഇരിക്കുമ്പോൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടെയ്നർ തുറന്നു പോകാൻ വേണ്ടിയിട്ട്, കണ്ടെയ്നറിനെ തുറന്നിട്ട് പുറത്തേക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഒരു തള്ളൽ അഥവാ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സർഫസ് ആസ് എ റിസൾട്ട് ഓഫ് ദ കൊളീഷൻ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ്. സർഫസിൻ്റെ മുകളിൽ ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൊളീഷനെ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്. യൂണിറ്റ് ഏരിയ എന്ന് പറയാൻ കാരണം ആ മൊത്തം കണ്ടെയ്നറിനെ ഒരുമിച്ച് നമുക്ക് എന്താണ് ഫോഴ്സ് അളക്കാൻ പറ്റുന്നില്ല, ഈസി അല്ല. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അതിനെ ഒരു യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം അത് എത്ര യൂണിറ്റ് ഏരിയ ആണ് ആ ഒരു കണ്ടെയ്നർ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം, അപ്പോൾ ഇവിടെ നോക്കൂ, കൺസിഡർ എനി സർഫസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സർഫസ് ആസ് എ റിസൾട്ട് ഓഫ് ദ കൊളീഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ്. ഈ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൊളീഷൻ കാരണം ഈ വോളിൻ്റെ മുകളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടെയ്നറിൻ്റെ വോളിലൊക്കെ ഇത് പോയിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ എക്സേർട്ട് ആവുന്ന ഫോഴ്സ്, ആ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ തള്ളുന്ന ഒരു പ്രഷർ, അതായത് ഈ ഒരു കൊളൈഡ് ചെയ്യുന്ന ഈ ഒരു മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അഥവാ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറത്തേക്ക് തുറന്നിട്ട് പോകണം. അതായത് നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഗ്യാസ് മോളിക്യൂൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കണ്ടെയ്നറിൻ്റെ വോളൊക്കെ പോയിട്ട് ഇടിച്ചിട്ട് തുറക്കാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്. എന്താ? നമുക്ക് ആ മൊത്തം കണ്ടെയ്നറിൻ്റെ ഓരോ സ്ഥലത്തുള്ള ഫോഴ്സ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടി എല്ലാം കൂടി ഇതാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യും. അതായത് ഒരു യൂണിറ്റ് ഏരിയ, ആ കണ്ടെയ്നറിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്തിട്ട് അവിടെ എത്രമാത്രം മോളിക്യൂൾസ് ആണ്, എത്രമാത്രം പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് ആ കണ്ടെയ്നറിൻ്റെ ടോട്ടൽ എന്താണ് യൂണിറ്റ് ഏരിയ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ കിട്ടിയ യൂണിറ്റ് ഏരിയനെ നമ്മൾ ആ ടോട്ടൽ യൂണിറ്റ് ഏരിയനെ കൊണ്ട് ടോട്ടൽ ഏരിയ ഓഫ് കണ്ടെയ്നറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ആൻസർ കണ്ടെത്തുന്നത് കേട്ടോ. അപ്പോൾ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി സർഫസ്. സർഫസിൻ്റെ മുകളിൽ എത്രമാത്രം ഫോഴ്സ് എക്സേർട്ട് ചെയ്തിരിക്കുന്നോ അത്രയും സർഫസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. ആ കണ്ടെയ്നറിൻ്റെ സർഫസ് ഏരിയയും കൂടെ ഡിവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഇത് മറന്നു പോയത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ, അതായത് ഗ്യാസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയനാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ഏരിയയിൽ ഈ കൊളീഷനെ കൊണ്ട് ഈ രണ്ടോ മൂന്നോ ഒരുപാടധികം എന്താണ് ഗ്യാസ് മോളിക്യൂൾസ് വന്ന് ഇടിക്കുന്നത് കൊണ്ട് അവയുടെ കൊളീഷനെ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെമ്പറേച്ചറിനെ പറ്റിയാണ്, ഗ്യാസിൻ്റെ ടെമ്പറേച്ചറിനെ പറ്റിയിട്ട്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്യൂൾസ് ഇൻ ഗ്യാസസ് ആർ മൂവിങ് റാപ്പിഡ്ലി. വളരെ സ്പീഡിലാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഗ്യാസിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇത് മറന്നു പോയത്, കാരണം ആ ഒരു ചന്ദനത്തിരി ഇൻസിഡൻറ്റ് ഓർത്താൽ മതി. ചന്ദനത്തിരിയോ സോപ്പോ ഏതെങ്കിലും നല്ല സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ മൂക്കിലെത്തും അല്ലേ? ഒത്തിരി ദൂരെയാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഗ്യാസ് മോളിക്യൂൾസ് റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. Which is the energy gained due to the movement of the molecules? Potential energy or kinetic energy? ഏത് എനർജിയാണ് മൂവ്മെൻറ്റ് കൊണ്ട് കിട്ടുന്നത്? കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ, എത്ര ഉയരത്തിലാണോ അതിനനുസരിച്ചാണ് ആ എനർജി, പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് കൊണ്ട് കിട്ടുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? എനർജി ഗെയിൻഡ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾസ്. മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. When a gas is heated, temperature is increased. What happens to the movement of molecules if the temperature of the gas is increased? ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഇൻക്രീസ് ചെയ്താൽ മോളിക്യൂൾസ് എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോളിക്യൂൾസിൻ്റെ എന്താണ് മൂവ്മെൻറ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു താപോർജ്ജമാണ് അല്ലേ, ഹീറ്റ് എനർജിയാണ്. ആ ഹീറ്റ് എനർജിയും കൂടെ ഈ മോളിക്യൂൾസിന് കിട്ടുകയാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള എനർജിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയും കൂടി ആകുമ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ എന്താണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വളരെയധികം കൂടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുമ്പം കൈനറ്റിക് എനർജി കൂടുന്നതെന്ന് മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? ഹീറ്റ് എനർജി കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ആ ഒരു മോളിക്യൂളിന് ഹീറ്റ് എനർജിയും കൂടെ കിട്ടും. അപ്പോൾ അതിന് എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുതലാകുമ്പോൾ അതിനെ കൂടുതൽ ഓടി കളിക്കാനുള്ള ഒരു ടെൻഡൻസി, മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് ദ മോളിക്യൂൾസ്? മോളിക്യൂൾസിൻ്റെ എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്? മോളിക്യൂൾസിൻ്റെ എനർജി എന്ത് ചെയ്യും? എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു കള്ളിയിൽ വരച്ച് വെച്ചത് നോക്കൂ. ടെമ്പറേച്ചർ ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് നേരെ തിരിച്ച് പറഞ്ഞൂടെ? അതായത് ഈ ഒരു സബ്സ്റ്റൻസിലുള്ള ഒരു മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നു എന്നതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നുണ്ടെന്നാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഏതൊരു സബ്സ്റ്റൻസ് എടുത്തോട്ടെ ആ സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ഗിവൺ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഗ്യാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ മുകളിൽ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്പേസ് നീഡഡ് ഫോർ എ സബ്സ്റ്റൻസ് ടു ഓക്യുപ്പൈ ഇറ്റ്സ് വോളിയം. ഇതാണ് എന്ത്? വോളിയം എന്ന് പറയുന്നത്. ദ വോളിയം ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് ആർ ഡെഫിനിറ്റ്. ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും വോളിയം എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ആയിരിക്കും. ഒരു നിശ്ചിത എമൗണ്ട് ആണ്, ഫിക്സഡ് ആണ്, അതിൽ ഒരിക്കലും ചേഞ്ച് വരില്ല. ബട്ട് ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്രസൻറ്റ്. പക്ഷേ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും ഈ ഗ്യാസ് വോളിയം എന്ന് പറയുന്നത്. ഗ്യാസ് വോളിയം ഏതിലേക്കൊക്കെ മാറ്റുന്നോ ഗ്യാസ്, ആ മാറ്റിയ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഏതിലോട്ടാണോ മാറ്റിയത് അതിൻ്റെ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും. ഇതാണ് വോളിയത്തെക്കുറിച്ചുള്ള മേലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പ്രഷറിനെ പറ്റിയാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫോഴ്സ് എക്സേർട്ടഡ് അറ്റ് യൂണിറ്റ് ഏരിയ ഈസ് പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് അറ്റ് യൂണിറ്റ് ഏരിയ ഈസ് പ്രഷർ. ദർ ഫോഴ്സ് അറ്റ് യൂണിറ്റ് ഏരിയ ഡിവൈഡഡ് ബൈ പ്രഷർ. അതായത് ഫോഴ്സ് എക്സേർട്ടഡ് അറ്റ് ദ സർഫസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സർഫസ് എന്ന് പറയുന്നതാണ് എന്ത്? ഫോഴ്സ് അറ്റ് യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ടെമ്പറേച്ചറിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഓൾ ദി മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ദി ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 പേജ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിലുള്ള പ്രധാന പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ഇതേപോലെ പോരാ എങ്കിൽ, മതിയാവില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. ഓക്കെ. നിങ്ങൾ ആ ബെല്ലൈക്കൺ എന്താണ് അമർത്തി വെച്ചാൽ മാത്രമേ എന്താണ് നിങ്ങൾക്ക് ഞാൻ ലൈവ് വരുമ്പോഴും ക്ലാസ് വരുമ്പോഴും ഒക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബാക്കി ക്ലാസ്സുകൾ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.